ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച. പിന്നെ നമ്മൾ മുകളിലേക്ക് കയറുന്നു. ഗൈസ് ഇത് കയറുന്ന കുറച്ച് ടാസ്ക്കാണ്, അതായത് സ്റ്റീപ്പാണ് സാധനം. പക്ഷെ എൻ്റെ മോനെ ഈ കോൺക്രീറ്റ് എങ്ങനെ അടർന്ന് പാളി വീണാൽ നീ അതാണോ ചിന്തിച്ചേ? നോക്ക് ഗൈസ് എന്ത് കിട്ടില്ല വ്യൂ ആണ് നോക്കിയേ. ഒരു സിറ്റി കംപ്ലീറ്റ് അടിപൊളിയായിട്ട് കാണാം, സൂപ്പർ വ്യൂ. അതിൻ്റെ മേലെ കയറുന്നെങ്കിൽ നല്ലൊരു റൈഡ് പോകായിരുന്നല്ലേ. പിന്നെ എങ്ങനെ ഇറങ്ങും? കാറ്റ് നിന്നാലല്ലേ ഇറങ്ങാൻ പറ്റും. എന്താണെന്നറിയോ, അത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. വിൻഡ് ടർബൈൻ എന്ന് പറയും ഈ സാധനം. വിൻഡ് ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിൻ്റെ ദിശയ്ക്ക് അനുസരിച്ച് ഈ ഒരു ടർബൈൻ കറങ്ങുന്ന സമയത്ത് താഴെ ഒരു ബാറ്ററിയിൽ കറണ്ട് സ്റ്റോർ ആകും. ബാറ്ററിയിലോ എനിവേസ് അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നു. ഇതാണ് വിൻഡ് ടർബൈൻ. നല്ല കാറ്റുള്ള സ്ഥലത്ത് മാത്രമാണ് അത് വെക്കുന്നത്. നിങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ മേലെ നിന്നിട്ട് മഴ കണ്ടിട്ടുണ്ടോ? കടലിൽ മഴ പെയ്യുന്നത് കാണിച്ചു തരാം. യെസ്, നമുക്ക് ചുറ്റും കംപ്ലീറ്റ് മഴ പെയ്തുകൊണ്ടിരിക്കുക. യെസ്, മഴ തുടങ്ങി. ഗൈസ്, അപ്പോഴേ നമ്മൾ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ ഉള്ളത് ബസ്സുകളുടെ ഇയാളുടെ സ്വന്തം നാട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അത്യാവശ്യം ചെറിയ മഴയും കാര്യങ്ങളുണ്ട്, പക്ഷേ അടിപൊളി വാമ്പിയൻസാണ്. കാണിച്ചു തരാം. അവിടെ ഒരു കടവത്തെ ഒരു തോണി പോകുന്നൊരു ഗൈസ്. നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കല്ലടയാറിൻ്റെ തീരത്താട്ടോ. അതായത് ഈ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് വെസ്റ്റ് കല്ലട എന്നാണ്. അപ്പോൾ നമ്മളും പിള്ളേരൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് മഴയൊക്കെ കാണാനായിട്ട്. പിള്ളേർ അപ്പവും അമ്മവും ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല കിട്ടില്ല ആംബിയൻസാണ്. ഈ കല്ലടയാറിന് രണ്ട് സൈഡിലും റിസോർട്ടാണ് കേട്ടോ. ആ കാണുന്നത് നമ്മുടെ മൺട്രോത്തുരുത്താണ്. ഇവിടെ നിന്ന് കടവ് കയറി അപ്പുറത്തേക്ക് കഴിഞ്ഞാൽ മൺട്രോത്തുരുത്തിൻ്റെ സൈഡാണ്. സോ നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ അരമണിക്കൂർ എടുക്കും. ഇവിടെ നിന്ന് കടവ് കയറി പോവുകയാണെങ്കിൽ അതിന് 5 മിനിറ്റ്. ഈ കാണുന്നതൊക്കെ ഇവരുടെ പറമ്പും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് വീടുള്ളത്. സോ ബാക്കി വിശേഷങ്ങൾ കാണാം. അടിപൊളി ഗൈസ്, എല്ലാ ഇത് നോക്കി ഗൈസ്. നല്ല ഗ്രീനറിയും അതിൻ്റെ ഇടയിൽ കൂടെ നല്ല ചെറിയ മഴയും ഒരു തണുത്ത ഒരു കാലാവസ്ഥയും അടിപൊളി നല്ലൊരു സെറ്റ് ക്ലൈമറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആ സൈഡിലേക്ക് പോകാം. ഏറ്റവും അത് മുതുക്കി. ഇനി നമ്മളെങ്ങോട്ടാ പോകുന്നടെ? അടുത്ത പരിപാടി എന്തോ? അടുത്ത പ്ലാൻ എന്തോ നമ്മുടെ? എന്തോ വീട്ടിൽ പോയിട്ട് നമുക്ക് ബീഫും ചോറും കഴിക്കാം. ഓക്കെ അല്ലേ? പക്ഷെ രാവിലെ നമ്മൾ ബീഫും മേടിക്കാൻ പോയതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലേ അമ്മു? ഓക്കെ. പക്ഷേ കഴിച്ച് നമ്മൾ ബീഫ് ചോറും കഴിക്കാൻ പോകാം. നല്ല വാഴത്തോപ്പിനകത്തൂടെയാണ് കേസ്. ഓക്കെ, മുളങ്കാടാണ്. നല്ല അടി മുളങ്കാടുകൾ. ഇതിൻ്റെ ലൈവ് സൗണ്ട് എടുക്കട്ടെ. ഇവിടുത്തെ നാച്ചുറൽ സൗണ്ട് ഇതാട്ടോ. നല്ല അടിപൊളി വൈബാണ്.